നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമത്തിനു പിന്നാലെ ന്യൂനപക്ഷ സംഗമവുമായി സംസ്ഥാന സർക്കാർ. വേദിയായി കൊച്ചിയും കോഴിക്കോടും പരിഗണനയിൽ. അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകി ഹൈക്കോടതി. പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം. കണക്കുകൾ 45 ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറണം. സാധാരണ ഭക്തരുടെ അവകാശം ഹനിക്കരുത് എന്നും ഹൈക്കോടതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. മരണം 86-ാം വയസ്സിൽ. ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത്. മന്ത്രിയായും സ്പീക്കറായും UDF കൺവീനറായും KPCC അധ്യക്ഷനായും തിളങ്ങിയ നേതാവ്. സംസ്കാരം മറ്റന്നാൾ നെടുമ്പാശ്ശേരി അകപ്പറമ്പ് പള്ളിയിൽ. പൊതുദർശനം നാളെ 11 മണി മുതൽ പെരുമ്പാവൂരിലെ വസതിയിൽ. CPI സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനം. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ കാരണം ആഭ്യന്തര വകുപ്പെന്ന് പ്രതിനിധികൾ. സമ്മേളനത്തിൽ പോലീസ് പടയുമായി വന്നിറങ്ങിയ മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം. പോലീസിന്റെ പീഡനങ്ങൾ എണ്ണിപ്പറഞ്ഞ് കൂടുതൽ പേർ രംഗത്ത്. പത്തനംതിട്ട അടൂരിലെ DYFI നേതാവ് ജോയലിന്റെ മരണകാരണം കസ്റ്റഡി മർദ്ദനമെന്ന് കുടുംബം. ശ്വാസകോശത്തിന് ഏറ്റ മർദ്ദനം വിവരിച്ച് തൃശൂർ സ്വദേശി അഖിൽ യേശുദാസൻ. കർണപുടം തകർത്തെന്ന് കണ്ണൂർ സ്വദേശി അഷ്റഫ്. ആരോപണങ്ങൾ തള്ളി കേരള പോലീസ് അസോസിയേഷൻ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി KT ജലീലും PK ഫിറോസും. സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്നെന്ന് PK ഫിറോസ് അവകാശപ്പെടുന്ന ഓഫീസിന്റെ ലൊക്കേഷനും കമ്പനി രേഖകളും പുറത്തുവിടാൻ KT ജലീലിന്റെ വെല്ലുവിളി. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് PK ഫിറോസ് എന്നും വിമർശനം. മലയാള സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ KT ജലീൽ അഴിമതി നടത്തിയതിന്റെ രേഖകൾ പുറത്തുവിടുമെന്ന് PK ഫിറോസ്. വാഹനാപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിയായ 28-കാരനിൽ മിടിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ എത്തിച്ച ഹൃദയം മാറ്റിവെച്ചത് എറണാകുളം ലിസി ആശുപത്രിയിൽ. ഐസക് ജോർജ് പുതുജീവൻ നൽകിയത് 6 പേർക്ക്. മഞ്ഞുമ്മൽ ബോയ്സ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വീണ്ടും തിരിച്ചടി. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി. വിദേശത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കണമോ എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. തീരുമാനം ഞായറാഴ്ചയെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. രമേശ് ചെന്നിത്തലയും VD സതീശനും ഗൂഢാലോചന നടത്തിയെന്ന മൊഴി നൽകിയ യുവതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ഇസ്രയേൽ കടന്നാക്രമണം ചർച്ച ചെയ്യാൻ ദോഹയിൽ അടിയന്തര ഉച്ചകോടി. അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായറാഴ്ച മുതൽ. ഇസ്രയേലിനുള്ള മറുപടി ചർച്ച ചെയ്യുമെന്ന് സൂചന. അറബ് നേതാക്കൾക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ദോഹയിൽ. ജൻസി പ്രക്ഷോഭത്തിൽ ഉലഞ്ഞ നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി കുൽമാൻ ഗിസിംഗ് വന്നേക്കും. നേപ്പാൾ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് തിരിച്ചടിയായത് പ്രായക്കൂടുതൽ. ചർച്ചകൾ തുടർന്ന് സൈന്യം. 24-ന് അഭിമാന നിമിഷം. 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40 കേരള യാത്രയിലെ വാഗ്ദാനം പാലിച്ച് 24. സംസ്ഥാനതല ഉദ്ഘാടനം തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച്. ദേശീയപാതയിലെ നിർമ്മാണത്തിനിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രെയിൻ പൊട്ടിവീണ് കാസർഗോഡ്. 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് വടകര സ്വദേശികളായ അക്ഷയും അശ്വിനും. അപകടം ദേശീയപാത 66-ൽ ലൈറ്റ് വയ്ക്കുന്നതിനിടെ. ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊല നടന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫ്. SITക്ക് തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. സുജാത ഭട്ടിന്റെ മൊഴിമാറ്റത്തിൽ അവരുടെ മാനസികാവസ്ഥയും പരിഗണിക്കണമെന്നും മനാഫ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപാളി ഉടൻ തിരിച്ചെത്തിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡ്. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപാളികൾ ഒരുക്കിയ നിലയിൽ. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാൽ ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിന് അപ്രഖ്യാപിത നിയന്ത്രണമെന്ന് പരാതി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ല എന്ന ആരോപണം. എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയെ സനാ സിറ്റിയിലെ ജയിലിലെത്തിക്കണ്ട് 24 ഖത്തർ പ്രതിനിധി. മോചനത്തിന് സഹായിക്കണമെന്ന് നിമിഷപ്രിയ അഭ്യർത്ഥിച്ചെന്ന് അൻവർ പാലേരി. മൊബൈലുകൾ ജയിലിലേക്ക് കടത്താൻ കഴിയാത്തതിനാൽ
ദൃശ്യങ്ങൾ പകർത്താനായില്ല. സന സിറ്റിയിൽ എത്തിയത് മണിക്കൂറുകൾ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. ചികിത്സയിരിക്കെ മരിച്ചത് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം. റാപ്പർ വേടനെതിരായ കേസ് ഗൂഢാലോചനയെന്ന് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും വേടനെ സ്ഥിരം കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കുടുംബം. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ നാളെ ചുമതലയേൽക്കും. ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കാസർഗോഡ് 17കാരിക്ക് നേരെ അതിക്രൂര ലൈംഗിക പീഡനം. പലപ്പോഴായി പീഡിപ്പിച്ചത് പിതാവും അമ്മാവനും നാട്ടുകാരനും. നാട്ടുകാരൻ കസ്റ്റഡിയിൽ, പിതാവും അമ്മാവനും ഒളിവിൽ. കണ്ണൂരിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറിവെച്ച് കഴിച്ച 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് പാണപ്പുഴ സ്വദേശികളായ പ്രമോദ്, ബിനീഷ് എന്നിവർ. പെരുമ്പാമ്പിന്റെ മാംസവും കറിയും പിടിച്ചെടുത്തു. തിരുവനന്തപുരം കിളിമാനൂരിൽ വാക്കുതർക്കത്തിനിടെ യുവാക്കളെ കാറിടിച്ച് അഭയപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് പരാതി. കയ്യാങ്കളിയിൽ കലാശിച്ചത് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം. കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെതിരെ നടപടി. കായികാധ്യാപകൻ മുഹമ്മദ് റാഫിയെ സസ്പെൻഡ് ചെയ്തു. കുട്ടിയെയും അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വീണ്ടും ഭിന്ന നിലപാടുമായി ഡോക്ടർ ശശി തരൂർ MP. ഇന്ത്യ ചൈന ബന്ധത്തിലാണ് ശശി തരൂരിന്റെ വ്യത്യസ്ത നിലപാട്. മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച മൂല്യവത്തായ ഒന്നിനെ അടയാളപ്പെടുത്തിയെന്നാണ് ശശി തരൂരിന്റെ പ്രശംസ. ചരിത്രത്തിലാദ്യമായി മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് സംസ്ഥാന BJP. കോട്ടയത്ത് ഇന്നലെ ചേർന്നത് പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗം. സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച യോഗം ബഹിഷ്കരിച്ച് ഉദ്യോഗസ്ഥർ. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിളിച്ച യോഗമാണ് അധ്യാപകരും വകുപ്പ് മേധാവികളും ബഹിഷ്കരിച്ചത്. NIRF റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തിയ സർവകലാശാലയിലെ അക്കാഡമിക് ടീമിനെ അനുമോദിക്കാനായിരുന്നു യോഗം. മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയാളി IPS ഉദ്യോഗസ്ഥരുടെ നടപടി ശരിവെച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മലയാളി ഉദ്യോഗസ്ഥ അഞ്ജന കൃഷ്ണ അനധികൃത മണൽ ഖനനമാണ് തടഞ്ഞതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. തൊഴിലിടത്തെ ലൈംഗിക പീഡന ആരോപണത്തിൽ IT വ്യവസായിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വ്യവസായി വേണുഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. പാലക്കാട് അലനല്ലൂരിലെ ആൾക്കൂട്ടമർദ്ദന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. നാട്ടുകൽ CI ഹബീബുള്ളയെയാണ് അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കിയത്. മണ്ണാർക്കാട് DYSPക്കാണ് അന്വേഷണ ചുമതല. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷാ മാർഗരേഖ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സർക്കാർ. 9 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. സർക്കാരിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നിലവിൽ വന്നു. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 10 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഉന്നത മാവോയിസ്റ്റ് നേതാക്കളും. ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ പോലീസിൽ വീണ്ടും നടപടി. യാത്രാ വിവരങ്ങൾ ചോർത്തിയെന്ന സംശയത്തിൽ പത്തനംതിട്ട സ്റ്റേറ്റ്സ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഡോക്ടർ R ജോസിനെ സ്ഥലം മാറ്റി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നില്ലെന്ന CRPF. രാഹുലിനും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്കും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CRPF കത്തയച്ചു. കോഴിക്കോട് വിജിൽ കൊലക്കേസിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. പ്രതികളുടെ കസ്റ്റഡി കാലാവധിയും നാളെ അവസാനിക്കും. കോഴിക്കോട് കൊണാട് സ്വദേശി ആസിമിന്റെ മരണകാരണം തലയിലെ ആന്തരിക രക്തസ്രാവം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യമായ പരുക്കുകൾ കൊണ്ടല്ല രക്തസ്രാവം ഉണ്ടായത്. ആസിമിന് മറ്റ് ആന്തരിക പരുക്കുകൾ ഇല്ല എന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അക്ഷയ സെന്ററുകൾ ബിസിനസ് കേന്ദ്രങ്ങളല്ലെന്ന് ഹൈക്കോടതി. പൊതുജനങ്ങളെ സർക്കാർ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് അക്ഷയ കേന്ദ്രങ്ങളെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ വിചാരണ കോടതിയോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. നടപടികൾ നീണ്ടുപോകുന്നതിലാണ് റിപ്പോർട്ട് തേടിയത്.
കണ്ണൂരിലെ റോഡ് തടഞ്ഞുള്ള സമരം CPIM നേതാക്കളോട് നേരിട്ട് ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശം. MV ജയരാജൻ, P ജയരാജൻ, EP ജയരാജൻ, KV സുമേഷ് എന്നിവർ ഹാജരാകണം. വയനാട് പുൽപ്പള്ളി സ്വദേശി തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ന്യൂസിലേക്ക് തിരികെ കേരളത്തിലെ പ്രധാന വാർത്തകൾ. വ്യാജ ഹണി ട്രാപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ടയാളെ വെറുതെ വിട്ടു കോടതി. 2021 എറണാകുളം കണ്ടമാലിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. മലപ്പുറം നിലമ്പൂരിൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനിടെ അപകടം. ജോലി ചെയ്യുന്നതിനിടെ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ 3-ാം നിലയിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. കോട്ടയം പൂവത്തുങ്കലിൽ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കുറിച്ചിത്താനം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. വിദ്യാർത്ഥി ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിക്കുകയായിരുന്നു. കോട്ടയം MG സർവകലാശാലയിൽ ഇന്ന് നടത്താനിരുന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. തെരഞ്ഞെടുപ്പിനിടെ നിരവധി കോളേജുകളിൽ സംഘർഷം ഉണ്ടായിരുന്നു. കണ്ണൂർ ആറളത്ത് കാണാതായ വയോധിക പുഴയിൽ മരിച്ച നിലയിൽ. പറമ്പത്തെക്കണ്ടി സ്വദേശി മാധവിയാണ് മരിച്ചത്. പാലക്കാട് മലമ്പുഴയിലെ PT5 കാട്ടാന വീണ്ടും അവശനിലയിൽ. ശരീരമാസകലം പരിക്കേറ്റ ആന മലമ്പുഴയിലെ ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് എത്തിയത്. കൊച്ചി വൈറ്റിലപ്പാലത്തിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളിൽ അടക്കം ബസ് ഇടിച്ചു. ഇടപ്പള്ളി ഭാഗത്തേക്കുള്ള റോഡിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കോഴിക്കോട് കല്ലാച്ചിയിൽ ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നതിന് പിന്നാലെ മൊബൈൽ ഫോൺ ഷോപ്പിൽ തീപിടുത്തം. ഐഫോൺ ഉൾപ്പെടെ 15 ഫോണുകൾ കത്തി നശിച്ചു. ഇടുക്കി പണിക്കൻകുടിയിൽ 2 ആഴ്ച മുൻപ് കാണാതായ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൊട്ടനാനിക്കൽ തങ്കനാണ് മരിച്ചത്. തങ്കന്റെ മൃതദേഹം കണ്ട പണിക്കൻകുടി സ്വദേശി ജോർലി കുഴഞ്ഞു വീണ് മരിച്ചു. എറണാകുളം അങ്കമാലിയിൽ സമരാനുകൂലികൾ ബസ് തല്ലിപ്പൊളിച്ചു. ഡാലിയ എന്ന ബസ്സാണ് തല്ലിപ്പൊളിച്ചത്. രാവിലെ സർവീസ് നടത്തിയ ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടിരുന്നു. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ടെമ്പോ ട്രാവലറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ഒരു ട്രാവലർ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചുകയറി മതിലും കാർപോർച്ചും തകർത്തു. കേരള ട്രാവൽസ് ആൻഡ് ടൂറിസ്റ്റ് കൺസോർഷ്യം സംഘടിപ്പിക്കുന്ന തുഷാർ മെഗാ ടൂറിസം മീറ്റ് 13-ന് നടക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും 200ഓളം ടൂർ കമ്പനികൾ, DMCകൾ, ഹോട്ടൽ, റിസോർട്ടുകൾ, എയർലൈനുകൾ എന്നിവയുടെ സ്റ്റാളുകൾ മീറ്റിൽ ഉണ്ടാകും. കോഴിക്കോട് ഫറൂഖ് ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റും ഹോപ്ഷോർ സ്പെഷ്യൽ സ്കൂളും ചേർന്ന് റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കാർലോ അക്കുത്തിസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗിച്ച കാർലോയുടെ ജീവിതം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ജർമ്മനിയിലെ ലുഡ്വിഗ് ഷാഫൻ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷങ്ങളിൽ ജർമ്മൻ പൗരന്മാർ മുഖ്യ അതിഥികളായെത്തി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കണ്ണൂർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഈ മാസം 20-ന് മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ രാവിലെ 9 മുതൽ 4 വരെയാണ് തൊഴിൽ മേള. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഈ മാസം 15-ന് രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-നും 35-നും മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തിരുവനന്തപുരം, ആലുവ കേന്ദ്രങ്ങളിൽ സിവിൽ സർവീസ് പ്രിലിംസ് കം മെയിൻസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഒക്ടോബർ 31 വരെ നീട്ടി. വിവരങ്ങൾ അതാത് ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിൽ ബിടെക് സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ ശനിയാഴ്ച രാവിലെ 9-ന് കോളേജിൽ. തിരുവനന്തപുരം ചാല ഗവൺമെന്റ് ITAയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10-ന്. ദേശീയ വാർത്തകൾ.
രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി ബീഹാർ മാതൃക പിന്തുടരുമെന്ന് റിപ്പോർട്ടുകൾ. അവസാന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി തയ്യാറാക്കിയ പട്ടിക അടിസ്ഥാനമാക്കിയാകും പരിഷ്കരണം. റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്ത സംഭവത്തിൽ ഇടപെടലുമായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന് റഷ്യയോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ട്രെയിനിൽ തീപിടുത്തം. സാഹിബാബാദ് സ്റ്റേഷനിൽ ആനന്ദ് വിഹാർ പൂർണിയ സ്പെഷ്യൽ ട്രെയിനിന്റെ ലഗേജ് വാനിലാണ് തീപിടുത്തമുണ്ടായത്. സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഐശ്വര്യ റായ് നൽകിയ ഹർജിയിൽ നടിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളെ തടഞ്ഞ് ഡൽഹി ഹൈക്കോടതി. വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്തത് അന്തസ്സിന് ഹാനികരമെന്ന് കോടതി. RSS മേധാവി മോഹൻ ഭാഗവതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോഹൻ ഭാഗവത് വസുധൈവ കുടുംബകത്തിന്റെ പ്രതീകമെന്നും കഠിനാധ്വാനിയായ സർസംഘചാലകെന്നും പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ റായ്പൂർ വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വിമാന നാവിഗേഷൻ സംവിധാനത്തിന് ഇടിമിന്നലേറ്റ് കേടുപാടുകൾ സംഭവിച്ചെന്ന് നിഗമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ ബന്ദിന് ആഹ്വാനം ചെയ്ത് നിരോധിത സംഘടനകൾ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ മോദി മടങ്ങുന്നവരെയാണ് ബന്ദ്. പാക് നയതന്ത്രജ്ഞന് ചെന്നൈ NIA കോടതിയുടെ സമൻസ്. അമീർ സുബൈർ സിദ്ദിഖിക്ക് നോട്ടീസ് നൽകിയത് ഒക്ടോബർ 15 ഹാജരാകണം എന്നാവശ്യപ്പെട്ട്. മുംബൈയിൽ നാവികസേനയുടെ തോക്ക് മോഷ്ടിച്ച സംഭവത്തിൽ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിച്ച് പോലീസ്. തോക്ക് മോഷ്ടിച്ചത് മാവോയിസ്റ്റുകൾക്ക് കൈമാറാൻ എന്ന് സംശയം. തമിഴ്നാട്ടിൽ പാട്ടാളി മക്കൾ കക്ഷിയിൽ പൊട്ടിത്തെറി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മകൻ അൻപുമണി എസ് രാമദോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എസ് രാമദോസ്. അൻപുമണി രാമദോസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യതയില്ലാത്തയാൾ എന്ന് രാമദോസ്. ഭീകരൻ എന്ന് സംശയിക്കുന്ന ആൾ ഡൽഹിയിൽ പിടിയിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 5 ഭീകരരെ അറസ്റ്റ് ചെയ്തെന്ന് ഡൽഹി പോലീസ്. ബീഹാറിലെ പട്നയിൽ RJD നേതാവ് വെടിയേറ്റു മരിച്ചു. രാജ്കുമാർ റായാണ് കൊല്ലപ്പെട്ടത്. രാജ്യാന്തര വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA CEOയും സഹസ്ഥാപകനുമായ ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചു. യൂട്ടവാലി സർവകലാശാലയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. വെടിവെപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അമേരിക്കയും ചൈനയും തമ്മിൽ ബഹിരാകാശ മത്സരം തീവ്രമാവുന്നതായി സൂചന. ചൈനീസ് പൗരന്മാരെ തങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഭാഗമാകുന്നത് നാസ വിലക്കിയതായി റിപ്പോർട്ടുകൾ. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ചൈനയ്ക്കെതിരായ നീക്കങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണെന്ന് കമല ഹാരിസ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കമല ഹാരിസിന്റെ പുസ്തകത്തിലായിരുന്നു പരാമർശം. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിഷേധം ഉണ്ടാകണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള കടന്നുകയറ്റമാണ് ഉണ്ടായതെന്നും വിമർശനം. ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് നാടുകടത്തിയില്ലെങ്കിൽ ഇസ്രായേൽ അത് ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഹമാസ്. ഖത്തറിലെത്തി പിന്തുണ അറിയിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾ. ബിസിനസ് ന്യൂസ്. $4 ബില്യൺ പെട്രോൾ ജെറ്റ് കരാറിനായി അമേരിക്ക ഇന്ത്യയിലേക്ക് വരാൻ സാധ്യത. വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം. $1 ഇന്ത്യൻ രൂപയുടെ മൂല്യം 88.44 താഴ്ന്നു. തിരിച്ചടിയാവുന്നത് US തീരുവകളുടെ വർധനയ്ക്ക് പിന്നാലെയുണ്ടായ സമ്മർദ്ദം. പ്രാദേശിക കറൻസിയിൽ വ്യാപാരം നടത്തുന്നതിനായി പ്രവർത്തിക്കുമെന്ന് മൗറീഷ്യസിനോട് നരേന്ദ്രമോദി. ഇന്ത്യയും മൗറീഷ്യസും വെറും പങ്കാളികളല്ല, ഒരു കുടുംബമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US ടാരിഫിനെ തുടർന്ന് സാമ്പത്തിക അനിശ്ചിതത്വം. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ജൂണിലാണ് സെൻട്രൽ ബാങ്ക് അവസാനമായി നിരക്കുകൾ കുറച്ചത്.
സ്പോർട്സ് ന്യൂസ്. സച്ചിൻ ടെണ്ടുൽക്കർ BCCI പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന വാർത്തകൾ തള്ളി താരത്തിന്റെ ടീം. സച്ചിൻ മത്സരിക്കാൻ ഒരുങ്ങുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും SRT സ്പോർട്സ് മാനേജ്മെന്റ്. ചരിത്ര നീക്കവുമായി ICC. വനിതാ ഏകദിന ലോകകപ്പിലെ മത്സരങ്ങൾ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കും. 14 അമ്പയേഴ്സും മാച്ച് റഫറീസും സംഘത്തിലുണ്ടാകും. ദേശീയ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വമ്പൻ ജയം. ആൻഡമാൻ നിക്കോബാറിനെ എതിരില്ലാത്ത 38 ഗോളിനാണ് തകർത്തത്. 13 ഗോൾ നേടിയ ഷിൽജി ഷാജിയാണ് ടോപ്പ് സ്കോറർ. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. KV അബ്ദുൽ നാസർ, ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ലോക സിനിമയുടെ വൻ വിജയത്തിന് പിന്നാലെ ദുൽഖർ ചിത്രം കാന്തയുടെ റിലീസ് മാറ്റിവെച്ച് അണിയറ പ്രവർത്തകർ. ലോകയുടെ കുതിപ്പ് തുടരട്ടെ എന്ന് കാന്തയുടെ നിർമ്മാതാക്കൾ. നാളെയായിരുന്നു ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. സുകേഷ് ഷെട്ടി സംവിധാനം ചെയ്ത് രവി ഹിരേമേത്തും രാകേഷ് ഹെഗ്ഗഡെയും ചേർന്ന് നിർമ്മിക്കുന്ന പീറ്റർ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. സുന്ദരി സുന്ദരി എന്ന വരികളോടെ റിലീസ് ചെയ്ത ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചത് കപിൽ കപിലൻ, സംഗീത ശ്രീകാന്ത് എന്നിവർ ചേർന്നു. അഖിൽ മാരാർ നായകനാകുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി നാളെ തിയേറ്ററുകളിൽ എത്തും. ബാബു ജോണാണ് രചനയും സംവിധാനവും. ചലച്ചിത്ര സംവിധായിക ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ രചനയും സംഗീതവും സംവിധാനവും ചെയ്ത ഓണം മ്യൂസിക്കൽ വീഡിയോ കടലിനക്കരെ ഒരു ഓണം റിലീസായി. അജയ് തുണ്ടത്തിലാണ് PRO. KP ശർമ്മ ഒലി നേപ്പാൾ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെന്ന പ്രചാരണം വ്യാജം. 2016 ഫെബ്രുവരിയിലായിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രിയായിരിക്കെ ശർമ്മ ഒലിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം. KP ശർമ്മ ഒലിയുടെ ഇന്ത്യ സന്ദർശന ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക X പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. നാളെ അറിയാൻ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 11 മണിക്ക് കോളേജിൽ നേരിട്ടെത്തുക. കോഴിക്കോട് ഓമശ്ശേരി കോടഞ്ചേരി റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നാളെ മുതൽ നിരോധിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും വരെയാണ് നിയന്ത്രണം. തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBAയിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10-ന് നെയ്യാർ ഡാമിലെ കിക്മ കോളേജ് ക്യാമ്പസിൽ. ആലപ്പുഴ മണാലിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള തുമ്പോളി റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ അടച്ചിടും. വാഹനങ്ങൾ മംഗലം ഗേറ്റ് വഴി പോകാൻ നിർദ്ദേശം. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ M.Tech ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് മെഷീൻ ഡിസൈൻ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകളിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെയും തിങ്കളാഴ്ചയും. ഇപ്പോൾ കിട്ടിയത്. മലപ്പുറത്ത് മണൽ കടത്ത് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. തിരൂർ മംഗലത്താണ് സംഭവം. തിരൂർ സ്വദേശി സുഹൈലിനെ അറസ്റ്റ് ചെയ്തു. ഡെറാഡൂണിൽ മലയാളി ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നേമം സ്വദേശി ബാലുവാണ് മരിച്ചത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച MK മുനീർ MLAയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുനീറിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സുമായി ഫോണിൽ സംസാരിച്ചെന്നും ആരോഗ്യമന്ത്രി. ന്യൂസ് പൂർത്തിയാവുന്നു.